ഡ്രൈവിംഗ് ലൈസൻസിന് കണ്ണു പരിശോധിക്കാതെ തന്നെ ഡോക്ടറുടെ വക മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ₹50 2 ഫോട്ടോയും ഏജന്റിന് നൽകിയാൽ കാഴ്ചയുണ്ടെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണ്ണു ഡോക്ടറെ കാണാതെ തന്നെ കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കും മുമ്പ് കാഴ്ച പരിശോധിക്കണമെന്ന അടിസ്ഥാന ചട്ടത്തിന് മുമ്പിൽ കണ്ണടയ്ക്കുകയാണ് ഡോക്ടറും ഉദ്യോഗസ്ഥരും. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനോ ഉള്ള ലൈസൻസ് പുതുക്കാനോ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ കാഴ്ച സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ ഏജന്റിന് കൈമണി കൊടുത്താൽ ഡോക്ടറെ കാണാതെ തന്നെ ഇത്തരം കാഴ്ച സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി. ലൈസൻസ് പുതുക്കാൻ കാഴ്ച സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യവുമായി ഞങ്ങൾ ഒരു ഏജന്റിനെ സമീപിച്ചു. കോഴിക്കോട് കൊടുവള്ളി ആർടി ഓഫീസിന് മുമ്പിലാണ് ഏജന്റിന്റെ ഓഫീസ്. 2 ഫോട്ടോയും ₹50 നൽകി. പേര് മാത്രം എഴുതി കൊടുത്തു. പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ 4 മണിക്ക് വരാനും നിർദ്ദേശിച്ചു. പിന്നെ ഏജന്റിന്റെ നീക്കങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചു. 2 മണിക്കൂറിന് ശേഷം ഏജന്റ് ഓഫീസിൽ നിന്നിറങ്ങി ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. ഒപ്പം ഞങ്ങളും പിന്തുടർന്നു. യാത്രയ്ക്കിടെ ഒട്ടേറെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ കയറി അപേക്ഷകൾ വാങ്ങുന്നതും കണ്ടു. അതെല്ലാം ഇത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ട അപേക്ഷകളാണ്. 15 കിലോമീറ്റർ നീണ്ട യാത്രയ്ക്കു ശേഷം ഏജന്റ് എത്തിയത് മുക്കത്തുള്ള കണ്ണാശുപത്രിയിൽ. ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റിൽ ഡോക്ടറുടെ ഒപ്പും സീലും വാങ്ങുകയാണ് ഉദ്ദേശമെന്ന് വ്യക്തം. പിറ്റേന്ന് രാവിലെ ഏജന്റിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി. കാലിക്കറ്റ് ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധന്റെ ഒപ്പും സീലും പതിച്ച സർട്ടിഫിക്കറ്റ്. ഡോക്ടറെ കാണാതെ തന്നെ എനിക്ക് കിട്ടിയ കാഴ്ച സർട്ടിഫിക്കറ്റാണിത്. ആളെ നേരിൽ കാണാതെ കണ്ണു നോക്കാതെ ഡോക്ടർ ഒപ്പിട്ട് നൽകിയ കാഴ്ച സർട്ടിഫിക്കറ്റ്. ക്യാമറമാൻ PV സന്ദീപിനൊപ്പം നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്, കോഴിക്കോട്. നിയമത്തിന്റെ കണ്ണുകെട്ടിയുള്ള ഈ കച്ചവടത്തിലൂടെ ഡോക്ടറും ഏജന്റും കൊയ്യുന്നത് വൻ ലാഭം. നേത്രരോഗ വിദഗ്ധൻ സ്വന്തം പദവി ദുരുപയോഗം ചെയ്താണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുമ്പോൾ അടിസ്ഥാനമായി വേണ്ട യോഗ്യതയാണ് കാഴ്ച. ഈ പരിശോധനയിൽ തന്നെ വെള്ളം ചേർത്താണ് പോക്ക്. കിട്ടുന്ന ₹50 30 ഡോക്ടർക്കും 20 ഏജന്റിനുമായി വീതം വയ്ക്കും. പ്രതിദിനം ചുരുങ്ങിയത് 300 സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് നൽകുന്ന ഡോക്ടറുടെ വരുമാനം ₹9000, ഏജന്റിന് 5000. ഇതിൽ നിന്നൊരു വിഹിതം ഉദ്യോഗസ്ഥർക്കും കിട്ടും. ഒരു ഡോക്ടർ തന്നെ ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് നൽകുന്നതിലെ അസ്വാഭാവികത ഉദ്യോഗസ്ഥർക്കും അറിയാം. പക്ഷേ ഉദ്യോഗസ്ഥരും കണ്ടമട്ട് നടിക്കാറില്ല. ഭിത്തിയിലെ ബോർഡിൽ തൂക്കിയ അക്ഷരങ്ങൾ നിശ്ചിത അകലത്തിൽ വായിച്ച് കാഴ്ച പരിശോധിക്കുന്നതാണ് പതിവ് രീതി. കൈനിറയെ കാശു കിട്ടിയാൽ അക്ഷരവും വേണ്ട, വായനയും വേണ്ട. കാഴ്ച കുറവുള്ള ആർക്കു വേണമെങ്കിലും ഇത്തരം സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുകാട്ടി വണ്ടിയും ഓടിക്കാം. പകരം റോഡുകളിൽ പൊലിയുന്നതോ ഒട്ടേറെ ജീവനുകളും. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നടപടികൾ കുട്ടിക്കളിയായി കാണുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് കൊടുവള്ളിയിൽ മാത്രമല്ല, സമാനമായ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാനത്തുടനീളം ഏജന്റുമാരുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് മുന്നോടിയായുള്ള കാഴ്ച പരിശോധന നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി മാറി. ഇനി കാഴ്ച സർട്ടിഫിക്കറ്റിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ എന്താണ് ഒരു പോംവഴി? സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരെ ഈ ദൗത്യം ഏൽപ്പിച്ചാൽ ഒരു പരിധിവരെ കൃത്രിമം തടയാം. ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുക. ക്യാമറമാൻ PV സന്ദീപിനൊപ്പം നിഖിൽ ഡേവിസ്.